കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങൾ മാത്രമല്ല, അത് ചരിത്രത്തിൻ്റെ ഏടുകളും ഐതിഹ്യങ്ങളുടെ കലവറകളുമാണ്. കോട്ടയം ജില്ലയിലെ നഗരത്തിരക്കുകളിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ വടക്ക് മാറി കോട്ടയം നീണ്ടൂർ കല്ലറ വൈക്കം റോഡിൽ ശാന്തസുന്ദരമായ കൈപ്പുഴ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന കൈപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം അത്തരത്തിൽ കാലത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു പുണ്യ സങ്കേതമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പെരുമ വെറും പ്രാദേശികമായ കെട്ടുകഥകളിലല്ല, മറിച്ച് സാക്ഷാൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന പ്രശസ്ത ഗ്രന്ഥത്തിലും തെക്കുംകൂർ ചരിത്രത്തിലും വരെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. കേരളത്തെ വീണ്ടെടുത്ത ഭാർഗവരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം അതിൻ്റെ പ്രതിഷ്ഠാസങ്കല്പത്തിലെ അത്യപൂർവതയാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജകീയ ബന്ധങ്ങളാലും ശ്രദ്ധേയമാണ്. കൈപ്പുഴ ശാസ്താവിൻ്റെ ആഴമേറിയ ചരിത്രപരവും ഐതിഹ്യപരവുമായ പശ്ചാത്തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം നമുക്ക് സമഗ്രമായി മനസ്സിലാക്കാം. ഭാർഗവ ക്ഷേത്രമെന്ന് പ്രസിദ്ധമായ കേരളത്തിൻ്റെ മണ്ണിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾക്ക് പൗരാണികതയുടെയും ദിവ്യത്വത്തിൻ്റെയും ഒരു പ്രത്യേക പരിവേഷമുണ്ട്. കൈപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രവും അത്തരത്തിൽ ഭാർഗവരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് ശക്തമായ വിശ്വാസം. പടിഞ്ഞാറോട്ട് ദർശനമായി നിലകൊള്ളുന്ന ഈ പ്രതിഷ്ഠ കേരളത്തിൻ്റെ നിർമ്മാണ ചരിത്രത്തിൽ ഈ ക്ഷേത്രത്തിനുള്ള പങ്ക് എത്ര വലുതാണെന്ന് സൂചിപ്പിക്കുന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളും മറ്റ് ക്ഷേത്രങ്ങളും കേരളത്തിൻ്റെ ആത്മീയ ഭൂമികയ്ക്ക് നൽകിയ അടിത്തറ വലുതാണ്. ആ പരമ്പരയിൽ ധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിച്ച ഈ പുണ്യസ്ഥലം ശാസ്താവാരാധനയുടെ പ്രാചീനതയിലേക്ക് വെളിച്ചം വീശുന്നു. പശ്ചിമ ഭാഗത്തോട്ട് ദർശനമായിട്ടുള്ള കേരളത്തിലെ അപൂർവമായ ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൈപ്പുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഇവിടുത്തെ ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമായിരുന്നു. ഇവിടെ ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും സഹായത്തോടുകൂടി എല്ലാവരും കൂടിച്ചേർന്ന് നവീകരിച്ച ഒരു രൂപമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ എന്ന് പറയുന്നത് മീനമാസത്തിലെ ഉത്രത്തിന് ആറാട്ടോടുകൂടി നടക്കുന്ന ഉത്സവമാണ് പ്രധാനമായിട്ടുള്ള ഒരെണ്ണം. പിന്നീട് ഇവിടെ മീനമാസത്തിലെ കൈപ്പുഴ കാവടിയോടുകൂടി സമാപിക്കുന്ന ഒരു ഉത്സവമാണ് ഇവിടെ എല്ലാ വർഷവും നടന്നു പോകുന്നത്. ശബരിമലയിലെ ഉത്രത്തിനോട് അനുബന്ധിച്ചാണ് ഇവിടെയും നമ്മൾ ആഘോഷം നടത്തുന്നത്. ഇവിടെ വേറെ പ്രത്യേകതയുള്ളത് മേടമാസത്തിൽ കളമെഴുത്തും പാട്ടും നടത്തുന്നുണ്ട്. നമ്മുടെ കരയിലെ പ്രധാന കുടുംബങ്ങൾ വഴിപാടായി നടത്തുന്നതോടൊപ്പം കരക്കാരും എല്ലാ സമുദായക്കാരും ചേർന്ന് നടത്തുന്ന ഒരു കളമെഴുത്തും പാട്ടും ഇവിടെ പ്രധാനമായി നടത്തി വരുന്നു. ഈ ക്ഷേത്രത്തിൽ ഏകദേശം 19ാമത്തെ സപ്താഹമാണ് ഈ വരുന്ന മാസം 21-ാം തീയതി, ഡിസംബർ മാസം 21 മുതൽ ആരംഭിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 18 വർഷം സപ്താഹം നടത്തുകയുണ്ടായി. അത് 18ാമത്തെ വർഷം നമ്മൾ സത്രമായിട്ട് തന്നെ നടത്തപ്പെടുകയുണ്ടായി. അതായത് നമ്മുടെ ഭക്തജനങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെയുള്ള മഹൽ വ്യക്തികളുടെയൊക്കെ സഹായത്തോടുകൂടി തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ആ സത്രം നടത്താൻ പറ്റി. വിശിഷ്ടരായ പല വ്യക്തികളും ആ സത്രത്തിന് സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിവിശിഷ്ടരായവർ മുതൽ എല്ലാവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ പൊതുജനങ്ങളുടെ സഹായം കൂടാതെ തന്നെ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാതൃസമിതിയുണ്ട്. മാതൃസമിതി ആണെങ്കിലും നമ്മുടെ ക്ഷേത്രാചാരങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ വളരെ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു സഹകരണത്തോടെ നമ്മുടെ വീടുകൾ തോറും ഇതിൻ്റെ പ്രാധാന്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള സന്ദർശനങ്ങൾ നടത്തി അവരെ കൂടെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരുടെ ഒരു സാന്നിധ്യം കൂടെ നമ്മളെ ഇവിടെ എത്തപ്പെടുത്താറുണ്ട്. കൈപ്പുഴ ശാസ്താ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും ലോകമെമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്ന ഘടകവും ഇവിടുത്തെ പ്രതിഷ്ഠാരൂപമാണ്. ആചാര്യന്മാരുടെ സാക്ഷ്യപ്രകാരം മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം കാണാൻ കഴിയില്ല. ഇവിടുത്തെ ദേവൻ ഒരു കൈയിൽ മുതലയുടെ വാൽ ബലത്തിൽ പിടിക്കുകയും കാലുകൊണ്ട് മുതലയെ ചവിട്ടിപ്പിടിക്കുകയും മറുകൈയിൽ അമൃതകുംഭം വഹിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് പരിലസിക്കുന്നത്. ഈ പ്രതിഷ്ഠാ സങ്കല്പത്തിനു പിന്നിൽ അതിവിശിഷ്ടമായ ഒരു ഐതിഹ്യമുണ്ട്. വളരെ പണ്ടുകാലത്ത് കൈപ്പുഴ പ്രദേശത്ത് കലശലായ മുതലശല്യം കാരണം ജനങ്ങൾ കഷ്ടപ്പെട്ടു. കായലും പുഴകളും നിറഞ്ഞ ഈ പ്രദേശത്ത് മുതലകൾ സാധാരണമായിരുന്നുവെങ്കിലും ഈ ശല്യം താങ്ങാനാവാതെ വന്നപ്പോൾ ജനങ്ങൾ ദുഃഖനിവൃത്തിക്കായി മഹർഷിമാരെ അഭയം പ്രാപിച്ചു. ഭക്തവത്സലനായ ദേവന്റെ അടുക്കൽ ഈ അപേക്ഷയെത്തി. ശാപത്താൽ മുതലകളായി മാറിയ ചില അസുരന്മാരാലാണ് ഈ സങ്കടം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കിയ ദേവൻ ഉടൻ ദുഃഖം തീർക്കുന്നതിനായി ധർമ്മശാസ്താവിനെ നിയോഗിച്ചു.
ഒരു കൈയിൽ അമൃതകുംഭവുമായി എത്തിച്ചേർന്ന ധർമ്മശാസ്താവ് മുതലകളായി മാറിയ അസുരന്മാർക്ക് അമൃത് പകർന്നു നൽകി മോക്ഷമേകി എന്നാണ് ഐതിഹ്യം. മുതലയെ ചവിട്ടിപ്പിടിച്ച് അതിൻ്റെ വാലിൻ്റെ ബലത്തിൽ പിടിച്ചു നിൽക്കുന്ന ഈ രൂപം ശാസ്താവ് എത്രമാത്രം ഉഗ്രമൂർത്തിയും അതേസമയം ആശ്രിതവത്സലനും കരുണാമയനുമാണെന്ന് തെളിയിക്കുന്നു. ക്ഷേത്രത്തിലെ വിശേഷ ചടങ്ങുകളായിട്ടുള്ള ഉത്സവം മീനമാസത്തിലെ പൂയം പ്രതിഷ്ഠാവാർഷികമായിട്ടും അന്നു മുതൽ 6 ദിവസം ഉത്സവാദി കലശാദി ഉത്സവമായിട്ട് പൈങ്കിനി ഉത്രം മഹോത്സവമായിട്ടും നടത്തിപ്പോരുന്നു. കാവടി അഭിഷേകം വിശേഷാലായിട്ട് നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കൈപ്പുഴ ശാസ്താക്ഷേത്രം. ശാസ്താവിൻ്റെ പ്രധാന ദിവസമായ ശനിയാഴ്ച വിശേഷാൽ നീരാഞ്ജന വഴിപാടുകൾ നടത്തപ്പെടുന്നു. ശാസ്താക്ഷേത്രത്തിൻ്റെ താന്ത്രിക കർമ്മം ചെയ്യുന്നത് തന്ത്രിമുഖ്യൻ കടിയേക്കോൽ ഇല്ലത്തിൽ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മകത്വത്തിലാണ് ചിങ്ങമാസം 1-ാം തീയതി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തപ്പെടുന്നത്. വളരെ വിശേഷമായിട്ടാണ് ആ ചടങ്ങ് ഇവിടെ നടത്തിപ്പോരാറുള്ളത്. എല്ലാ വർഷവും ചിങ്ങം 1-ാം തീയതിയാണ് ഇത് നടത്തപ്പെടുന്നത്. ഈ പ്രതിഷ്ഠാ സങ്കല്പം വെളിപ്പെടുത്തുന്ന തത്വങ്ങൾ ആഴത്തിലുള്ളതാണ്. മുതലയെ ചവിട്ടിപ്പിടിക്കുന്നതും വാൽ ബലത്തിൽ പിടിക്കുന്നതും അഹങ്കാരത്തെയും തിന്മയെയും ശാസ്താവ് പൂർണ്ണമായി നിയന്ത്രിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. ശാസ്താവ് ഉഗ്രമൂർത്തിയാണ് എന്നതിന് ഇത് അടിവരയിടുന്നു. മറുകൈയിലെ അമൃതകുംഭം അമൃത് പകർന്ന് ശാപഗ്രസ്തരായ അസുരജന്മങ്ങൾക്ക് പോലും മോക്ഷം നൽകാൻ കഴിവുള്ള ദേവനാണ് ശാസ്താവ് എന്ന് വെളിവാക്കുന്നു. ശിക്ഷാ നടപടികൾക്ക് ശേഷം അനുഗ്രഹവും മോക്ഷവും നൽകുന്ന ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് ശാസ്താവ്. ഭക്തരുടെ സങ്കടം തീർക്കാൻ ഉടനടി ഇടപെട്ട് ആപത്തുകൾക്ക് പരിഹാരം കാണുന്ന രക്ഷകൻ. ഈ സവിശേഷ പ്രതിഷ്ഠ ക്ഷേത്രത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാത്രമല്ല, പഠനാർഹമായ ഒരു സാംസ്കാരിക സ്ഥാപനമായും ഉയർത്തി നിർത്തുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പ്രസിദ്ധമായ കൈപ്പുഴ രാജ്ഞിയും പുളിക്കുന്ന ദേശവും എന്ന കഥയിൽ കൈപ്പുഴ ക്ഷേത്രത്തിന് വലിയ സ്ഥാനമുണ്ട്. ശങ്കുണ്ണിയുടെ രചനയിൽ ഈ ക്ഷേത്രം പരാമർശിക്കപ്പെടുന്നു എന്നത് ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കേവലം ഒരു പ്രാദേശിക ക്ഷേത്രം എന്നതിലുപരി കേരളത്തിൻ്റെ പൊതുചരിത്രത്തിൽ ഇടം നേടിയ ഒരു സ്ഥാപനമായി കൈപ്പുഴ ശാസ്താക്ഷേത്രം മാറുന്നത് ഈ പരാമർശത്തിലൂടെയാണ്. ഐതിഹ്യമാല ഈ ക്ഷേത്രത്തിന് നൽകുന്ന പ്രാധാന്യം അതിൻ്റെ പെരുമ തലമുറകളോളം നിലനിർത്താൻ സഹായിച്ചു. കൈപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ ബന്ധം ഇടത്തിൽ രാജവംശവുമായാണ്. പുളിക്കുന്ന ദേശത്തു നിന്നും സ്വന്തക്കാരാൽ അവഗണിക്കപ്പെട്ട് അവിടുത്തെ രാജവംശത്തിലെ ചിലർ കൈപ്പുഴയിലേക്ക് ജലമാർഗം എത്തുകയും അവിടെ അഭയം കണ്ടെത്തുകയും ചെയ്തു. ഇവർ ഇടത്തിൽ രാജവംശം എന്ന് അറിയപ്പെട്ടിരുന്നു. ഈ രാജവംശത്തിൻ്റെ കുലദേവതയായിരുന്നു കൈപ്പുഴ ശ്രീധർമ്മശാസ്താവ്. ഐതിഹ്യവും ചരിത്രവും കൂടിക്കലർന്ന ഒരു കഥയാണ് കൈപ്പുഴ രാജ്ഞിയുടേത്. പുളിക്കുന്ന ദേശത്തു നിന്നും വന്ന് അന്യമതസ്ഥരുടെ സഹായത്താൽ കൈപ്പുഴയിൽ അഭയസ്ഥാനം കണ്ടെത്തിയ ഈ രാജ്ഞി ശാസ്താവിനെ ഉപാസിച്ച് ദേശത്തെ പരിപാലിച്ചു എന്നാണ് വിശ്വാസം. ഈ കഥയുടെ സാമൂഹ്യ പ്രസക്തി വളരെ വലുതാണ്. അന്യമതസ്ഥരുടെ സഹായത്തോടെ അഭയം കണ്ടെത്തി രാജ്യം ഭരിച്ചു എന്നത് മധ്യ തിരുവിതാംകൂറിലെ അന്നത്തെ സാമൂഹിക സൗഹൃദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഉത്തമ ഉദാഹരണമാണ്. ശാസ്താവിനെ ഉപാസിച്ച് ഭരണം നടത്തിയെന്നത് രാജാക്കന്മാർക്ക് കുലദേവതയിലുള്ള അചഞ്ചലമായ വിശ്വാസം എത്ര വലുതായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. എല്ലാ വർഷവും മണ്ഡലകാലം തുടങ്ങിയാൽ തീരുന്നവരെ ഭജന ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടാതെ മറ്റ് ഇത്രം നാളിലും എല്ലാ ഭജനയുണ്ട്. എല്ലാ വർഷവും അതുപോലെ നടത്തി വരുന്ന ഒന്നാണ് ഭാഗവത സപ്താഹം. കഴിഞ്ഞ വർഷം അത് സക്രമായിട്ട് നല്ല നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 18 വർഷം പൂർത്തിയായപ്പോൾ സക്രമായിട്ട് നടത്തി. ഈ വർഷവും ഭാഗവത സപ്താഹം 21 മുതൽ 28 വരെ നടത്തപ്പെടുന്നതാണ്. ഇടത്തിൽ രാജവംശം പിന്നീട് നട്ടാശ്ശേരിയിലേക്ക് തങ്ങളുടെ ആസ്ഥാനം മാറ്റിയെങ്കിലും കൈപ്പുഴയിലെ ഇടത്തിൽ തറവാടും അതിൻ്റെ തിരുശേഷിപ്പുകളും ഇന്നും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇന്ന് ആ രാജവംശത്തിലെ പിൻതലമുറക്കാർ കോട്ടയത്ത് തന്നെ സമീപം നട്ടാശ്ശേരിയിൽ ഇടത്തിൽ ഭഗവതി ക്ഷേത്രത്തിനടുത്ത് ചെങ്കോലും കിരീടവുമില്ലാതെ സമ്പന്നമായ
പൂർവ്വകാല സ്മരണകളിൽ ജീവിച്ചു പോരുന്നു. ഇത് ക്ഷേത്രവും രാജകുടുംബവും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രപരമായ തുടർച്ച സൂചിപ്പിക്കുന്നു. ഒരു ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അതൊരു നാടിന്റെ ഭരണകേന്ദ്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കൈപ്പുഴ ശാസ്താവ് കൈപ്പുഴ ഗ്രാമത്തിന്റെ ദേശാധിപത്യം വഹിച്ച് നിലകൊള്ളുന്നു എന്ന് പറയുന്നത് ഈ ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടാണ്. കൈപ്പുഴ ശ്രീധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠാസങ്കല്പം പരിശോധിക്കുമ്പോൾ ദേവന് 2 വിരുദ്ധ ഭാവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. ഉഗ്രമൂർത്തിയും ആശ്രിത വത്സലനും. മുതലേ ചവിട്ടിപ്പിടിച്ച് അതിൻ്റെ വാലിൽ ബലത്തിൽ പിടിച്ചു നിൽക്കുന്ന രൂപം ദേവന്റെ സംഹാരശേഷിയെയും കർമ്മഫലത്തെ നിയന്ത്രിക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ശാപഗ്രസ്തരായ അസുരന്മാർക്ക് പോലും ശിക്ഷ നൽകാനുള്ള ഉഗ്രഭാവമാണിത്. ഭക്തരുടെ ദുഃഖം തീർക്കാൻ അമൃതകുംഭവുമായി എത്തുകയും മോക്ഷം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് ദേവന്റെ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 2 ഭാവങ്ങളുടെ സംയോജനം ഭക്തന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ധർമ്മത്തെ മുറുകെ പിടിക്കുകയും ദേവനിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുന്നവരെ ശാസ്താവ് കൈവിടില്ല. അതേസമയം തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കർശനമായ ശിക്ഷ നൽകാനും ദേവൻ മടിക്കില്ല. കൈപ്പുഴ ശാസ്താവിനെ ആശ്രയിക്കുന്നവരെ കൈവിടാതെ കാക്കുന്നവരാണ്. എന്നാൽ നിരവധി പരീക്ഷണങ്ങളിലൂടെ ഭക്തനെ പരുവപ്പെടുത്തിയാണ് ദേവൻ അനുഗ്രഹം പകരുന്നതെന്നും ഭക്തർ വിശ്വസിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, യോഗമുദ്രയിൽ ഇരിക്കുന്ന ഒരു രൂപമാണ്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപത്തിലുള്ള ഒരു വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണവും. അതിനാൽ സമീപദേശത്തുള്ള പരിസരവാസികളായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ശനിയാഴ്ച തോറും ശനി ദോഷ നിവാരണത്തിനും നീലാഞ്ജന സമർപ്പണത്തിനുമായി ഇവിടെ വരാറുണ്ട്. കാരണം ഇവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഉപദൈവങ്ങളായിട്ടാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ വന്നിട്ടുള്ളത്. മുതല മോക്ഷം നൽകുന്ന ഐതിഹ്യം ഭാരതീയ തത്വചിന്തയിലെ അതിപ്രധാനമായ ചില ആശയങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. ഏറ്റവും ദുരിതമായ ജന്മം ലഭിച്ചാലും ശരിയായ ദേവനെ ആരാധിക്കുകയും ദേവന്റെ കാരുണ്യമേൽക്കുകയും ചെയ്താൽ മോക്ഷം ലഭിക്കും. തിന്മയുടെ രൂപത്തിൽ നിലകൊണ്ടവർക്ക് പോലും ദേവന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ നന്മയിലേക്ക് തിരിയാനും മോക്ഷം നേടാനും സാധിക്കുന്നു. ഇത് മാനുഷിക ജീവിതത്തിലെ പരിവർത്തന സാധ്യതകളെ സൂചിപ്പിക്കുന്നു. ധർമ്മശാസ്താവ് എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ ധർമ്മമാണ് ഇവിടെ ആത്യന്തികമായി വിജയിക്കുന്നത്. മുതലശല്യം ധർമ്മത്തിനെതിരായിരുന്നു. അതിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഈ പ്രതിഷ്ഠ ഒരു സാധാരണ വിഗ്രഹത്തിനപ്പുറം തത്വചിന്താപരമായ ആഴമുള്ള ഒരു പ്രതീകമായി മാറുന്നു. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിന് സമീപം നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കുഭാഗത്താണ് കൈപ്പുഴ ഗ്രാമം. കോട്ടയം നീണ്ടൂർ കല്ലറ വൈക്കം റോഡിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. കോട്ടയം നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ വടക്കു മാറിയാണ് സ്ഥാനം. ഗതാഗതപരമായ ഈ പ്രാധാന്യം മധ്യ തിരുവിതാംകൂറിലെ ഭക്തർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ അവസരം നൽകുന്നു. ചരിത്രപരമായി പ്രാധാന്യമുള്ള റോഡുകളും ജലമാർഗങ്ങളും സംഗമിക്കുന്ന ഈ പ്രദേശം മുൻപ് വാണിജ്യപരമായും ഭരണപരമായും പ്രാധാന്യമുള്ളതായിരുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന പല ക്ഷേത്രങ്ങൾക്കും പ്രത്യേക വാസ്തുവിദ്യാ നിയമങ്ങളുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായി നിലകൊള്ളുന്ന ശാസ്താവാണ് കൈപ്പുഴയിലേത്. പടിഞ്ഞാറ് ദർശനമുള്ള ക്ഷേത്രങ്ങൾ സാധാരണയായി മോക്ഷദായകവും ശത്രു സംഹാര ശേഷിയുള്ളതുമായി കണക്കാക്കപ്പെടുന്നു. മുതലയ്ക്ക് മോക്ഷം നൽകിയ ശാസ്താവിന്റെ പ്രതിഷ്ഠയ്ക്ക് പടിഞ്ഞാറ് ദർശനം കൂടുതൽ അനുയോജ്യമാണ്. ക്ഷേത്രത്തിന്റെ മൊത്തത്തിലുള്ള വാസ്തുവിദ്യയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും തെക്കുംകൂർ രാജാക്കന്മാരുമായി ബന്ധമുണ്ടായിരുന്നതിനാൽ കേരളീയ ദ്രാവിഡ വാസ്തുവിദ്യയുടെയും മധ്യകേരള ശൈലിയുടെയും സ്വാധീനം ഇവിടെ ഉണ്ടാവാം. പുളിങ്കുന്നിൽ നിന്നും ജലമാർഗം കൈപ്പുഴയിലേക്കെത്തിയ രാജ്ഞിയുടെ കഥ സൂചിപ്പിക്കുന്നത് പുഴയുടെയും കായലിന്റെയും സാമീപ്യം ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെയും ആചാരങ്ങളെയും സ്വാധീനിച്ചിരിക്കാമെന്നാണ്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഗണപതി ഹോമവും ഭഗവതി സേവയും നിത്യവും നടത്തപ്പെടുന്നു. വിശേഷ ദിവസം ആയ 1-ാം തീയതി എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന വിശേഷാൽ പൂജകളിലും കർമ്മങ്ങളിലും പങ്കുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹ ആശിസ്സുകൾക്ക് പാത്രീഭൂതമാകുവാൻ എല്ലാ ഭക്തജനങ്ങളോടും ഭക്തി ആദരപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ പുരാതന ക്ഷേത്രത്തിൽ ആത്മീയമായ ഔന്നത്യം വിളിച്ചോതുന്ന 2 പ്രധാന ഉത്സവങ്ങൾ നടക്കുന്നു. ഒന്ന് മീനമാസത്തിലെ പൈങ്കുനി ഉത്രമുത്സവവും മറ്റൊന്ന് മേടമാസത്തിലെ ഉത്രം തൊട്ട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന കളമെഴുത്തുപാട്ട് ഉത്സവവുമാണ്. ശാസ്താ ക്ഷേത്രങ്ങളിൽ ഇത്തരം ആചാരങ്ങൾ അത്യപൂർവമായതിനാൽ ഇത് കൈപ്പുഴ ശാസ്താ ക്ഷേത്രത്തിന്റെ സാംസ്കാരിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു.
മീനമാസത്തിലെ പൈങ്കുനി ഉത്രം ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന വാർഷികാഘോഷം. ശാസ്താവിന് അതീവ പ്രിയങ്കരമായ ഉത്രം നക്ഷത്രം വരുന്ന ദിവസമാണിത്. ശബരിമലയിലെ പൈങ്കുനി ഉത്രം മാറാട്ട് പോലെ ശാസ്താവിന്റെ പിറന്നാൾ ദിനമായി കണക്കാക്കപ്പെടുന്ന ഈ ഉത്സവം ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളത്ത്, വാദ്യമേളങ്ങൾ, താലപ്പൊലി, കൈപ്പുഴ കാവടി എന്ന പേരിൽ പ്രസിദ്ധമായ കാവടി പോലുള്ള പ്രാദേശിക കലാരൂപങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. ഈ ആഘോഷം കൈപ്പുഴ ദേശത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുകയും നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന ആചാരങ്ങൾ അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ ആചാരപരമായ പ്രത്യേകത വിളിച്ചോതുന്ന മറ്റൊരു പ്രധാന ഉത്സവം മേടമാസത്തിൽ ഉത്രം തൊട്ട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന കളമെഴുത്തുപാട്ട് ഉത്സവമാണ്. കളമെഴുത്തും പാട്ടും സാധാരണയായി ഭദ്രകാളി, അയ്യപ്പൻ പോലുള്ള ഉഗ്രമൂർത്തികൾക്ക് വേണ്ടി നടത്തുന്ന ചടങ്ങാണ്. ഇവിടെ ധർമ്മശാസ്താവിനായി ഇത് നടത്തുന്നു. അത് മുതലയ്ക്ക് മോക്ഷം നൽകിയ ഉഗ്രമൂർത്തിയായ കൈപ്പുഴ ശാസ്താവിന്റെ ദിവ്യശക്തിയെയും ചൈതന്യത്തെയും സൂചിപ്പിക്കുന്നു. വിവിധ പ്രകൃതിദത്ത പൊടികൾ ഉപയോഗിച്ച് നിലത്ത് ദേവന്റെ രൂപം അഥവാ കളം വരച്ച് ശാസ്താവിന്റെയും മറ്റ് ദേവതകളുടെയും കഥകൾ പാട്ടിലൂടെ അവതരിപ്പിക്കുന്ന ചടങ്ങാണ് കളമെഴുത്തും പാട്ടും. ഈ 7 ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാവുകയും നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ ഈ അപൂർവ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്യുന്നു. ഇത് ശാസ്താവിനെ പ്രീതിപ്പെടുത്താനും ദേശത്തിന് ഐശ്വര്യവും സമൃദ്ധിയും നൽകാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തില് ശനിദോഷ നിവാരണമായിട്ട് സ്ഥിതി ചെയ്യുന്ന ശ്രീ ധർമ്മശാസ്താവ് ആ ശനിയാഴ്ച ദിവസങ്ങളിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും അതുപോലെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ എത്തി ആ ശനിദോഷത്തിന്റെ ആ ഒരു ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ, എള്ളുകിഴിയ്, നീരാഞ്ജനം, എള്ളുപായസം തുടങ്ങിയവയൊക്കെ കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടാണ് ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ യാതൊരു പബ്ലിസിറ്റിയും കൊടുക്കാതെ ഈ ഭക്തജനങ്ങൾ തന്നെ പറഞ്ഞ് പകർന്നു കൊടുക്കുന്ന അറിവ് വെച്ച് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ ഏതൊരു മനുഷ്യനും തങ്ങളുടെ ജീവിതത്തിൽ ശനിയുടെ ദോഷങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ആ അനുഭവപ്പെടുന്നതിൻ്റെ ആ ആഘാതത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ആ ആഘാതത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഭക്തജനങ്ങൾ തങ്ങളുടെ ഈ വഴിപാടുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. വഴിപാടുകൾ കഴിച്ചവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ആ സംസാരത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഇവിടെ വായിച്ചറിയാനും കേട്ടറിയാനും അതുപോലെ നേരിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഭാർഗവരാമന്റെ പ്രതിഷ്ഠ, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പരാമർശം, തെക്കുംകൂർ ചരിത്രവുമായുള്ള ബന്ധം, ഇടത്തിൽ രാജവംശത്തിന്റെ കുലദേവതാ സങ്കല്പം, കൂടാതെ ലോകത്തിൽ ഒരിടത്തും കാണാത്ത മുതലയെ ചവിട്ടിപ്പിടിച്ച് അമൃതകുംഭവുമായി അനുഗ്രഹം ചൊരിയുന്ന പ്രതിഷ്ഠാ സങ്കല്പം, ഇതെല്ലാം കൈപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തെ കേരളത്തിലെ പുണ്യഭൂമികയിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. ശാപഗ്രസ്തർക്ക് പോലും മോക്ഷം നൽകാനുള്ള അനുകമ്പയും തിന്മകളെ വേരോടെ പിഴുതെറിയാനുള്ള ഉഗ്രഭാവവും ഒത്തുചേരുന്ന ഈ ദേവൻ കോട്ടയം ജില്ലയിലെ കൈപ്പുഴ ദേശത്തിന്റെ ദേശാധിപതിയായി ഇന്നും വിളങ്ങുന്നു. ശാസ്താവിന്റെ ഈ ക്ഷേത്രം കേവലം ഒരു ദേവാലയം എന്നതിലുപരി കേരള ചരിത്രത്തിലെ രാജകീയമായ ബന്ധങ്ങളുടെയും മാനുഷികമായ സഹാനുഭൂതിയുടെയും അത്യപൂർവമായ തത്വചിന്താപരമായ ഉൾക്കാഴ്ചയുടെയും തിരുശേഷിപ്പാണ്. ആശ്രയിക്കുന്നവരെ കൈവിടാതെ കാത്ത് നിരവധി പരീക്ഷണങ്ങളിലൂടെ പരുവപ്പെടുത്തി അനുഗ്രഹം പകരുന്ന ഈ ആശ്രിത വത്സലന്റെ ചൈതന്യം കൈപ്പുഴയുടെ തീരങ്ങളിൽ എന്നും അണയാതെ നിലകൊള്ളും.